കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാനത്തിൽ നിർണായക പങ്ക് വഹിച്ച ആത്മീയ ആചാര്യനായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അച്ഛൻ താമരശ്ശേരി വാസുദേവൻ, അമ്മ നങ്കാദേവി. അമ്മ നങ്കാദേവിയുടെ വീടാണ് നമുക്ക് പുറകിൽ ഇപ്പോൾ കാണുന്നത്. ചട്ടമ്പി സ്വാമികൾ 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെ ഓടിക്കളിച്ച് നടന്ന വീടാണിത്. എന്നാൽ ഇപ്പോൾ കാട് പിടിച്ച് ജീർണിച്ച അവസ്ഥയിലാണ് ഈ വീട്. ഇപ്പൊ ഇവിടെ അപ്പുറത്ത് ആ വീട്ടിൽ അവസാനമായിട്ട് താമസിച്ചിരുന്നത് ആരാണെന്ന് അറിയാമോ? അവസാനം താമസിച്ച ശ്യാമള എന്ന് പറയും. ഈ വസ്തുവിന്റെ അവകാശിയുടെ അമ്മ. അത് അക്കരെയാണ് താമസം. അവകാശി എന്ന് പറയുമ്പോ എങ്ങനെയാണ് ആ ബന്ധം? പിന്നെ തലമുറകളായിട്ട് മാറി മാറി വരുന്നു. മാറി മാറി മക്കൾ വഴി ഇങ്ങനെ വരുന്നോണ്ടിരിക്കും. അവരാരും ഇപ്പൊ ഇങ്ങോട്ട് ഒന്ന് നോക്കാറൊന്നുമില്ല. ഈ സ്ഥലം ഒന്ന് നോക്കാറ്? സ്ഥലം നോക്കാം. അവര് തേങ്ങയുള്ള ആള് അത്ര മാത്രമേ എടുക്കാനുള്ളൂ. ബാക്കി പിന്നെ ഒരു മുള്ളുകമ്പി സഹിതം എണ്ണി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കളക്ടറേറ്റിൽ. അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. മരം എത്ര മരമുണ്ടോ അത് അവർ കയ്യോളങ്കനമായ മരങ്ങളെല്ലാം രേഖപ്പെടുത്തി. അപ്പൊ ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധർ പോലെ അങ്ങനെ ആരെങ്കിലും നാട്ടുകാർ അങ്ങനെയൊക്കെ ഇടയ്ക്ക് അതിക്രമിച്ച് കയറാറൊക്കെ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ആരും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ശതാബ്ദി ആയിരുന്നല്ലോ 5-ാം തീയതി സ്വാമികളുടെ. അപ്പൊ ആ സമയത്ത് ഏതെങ്കിലും പഞ്ചായത്തിനോ അല്ലെങ്കിൽ സംഘടനകളോ അങ്ങനെ ആരെങ്കിലും വന്ന് നോക്കിയിട്ടുണ്ടോ? വന്ന് നോക്കാൻ അത് പറയാനൊക്കില്ല. ഇവിടെ വന്നിട്ടുള്ള ആളുകളെ പിന്നെ താലൂക്കിലുള്ള പിന്നെ തഹസീൽദാർ മുതൽ ഇങ്ങോട്ട് വില്ലേജ് ഓഫീസർ പിന്നെ പാർവത്യാർ മുതൽ ഇങ്ങോട്ടോ കളക്ടറേറ്റിൽ നിന്ന് കളക്ടർ അത് താഴ്ന്ന ഉദ്യോഗസ്ഥന്മാർ വരാൻ ആളുകൾ എണ്ണി തലയില്ല. ചുരുക്കം പറഞ്ഞാൽ ഇത്തിരി അളക്കാൻ ഒരു 10-20 പ്രാവശ്യം വന്നിട്ടുണ്ട്. ലാസ്റ്റിൽ വന്ന ആളുടെ ഞാൻ ചോദിച്ചു, ഇങ്ങനെ അളന്നുകൊണ്ട് പോയാൽ ഇത് ക്ലിയർ ആവണില്ലേ? അത് ഗവൺമെൻറ് കാര്യമാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതിൽ ഭാഗപ്പെട വരുത്തിയെന്ന് പറഞ്ഞാൽ അത് മോശമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അളവ്. കുറച്ച് ദിവസം കൊണ്ട് വരുന്നില്ല. ഈ പത്രത്തിൽ ഒരു 60 ലക്ഷം 65 ലക്ഷം രൂപ വന്നു, ഇത് അനുവദിച്ചു. അത് എന്തായിരുന്നാണ്, വസ്തുവിനാണോ ഇവിടെ നിർമ്മാണ പ്രവർത്തനത്തിനാണോ എന്നറിയില്ല. ഈ പത്രത്തിൽ വന്നത് മാത്രമേ ആളുകൾക്ക് അറിയാവൂ. പക്ഷെ ഗവൺമെന്റ് എടുത്തുവെങ്കിൽ ഈ ആദായം എടുക്കാൻ വിടൂല്ലല്ലോ. അവര് എടുത്തതായിട്ട് ഒരു രേഖപ്പെടുത്തിയിട്ടുമില്ല ഇവിടെ. ഒക്കെ ആളുകളെ ഉദ്ദേശം അവര് തുടർന്ന് തന്നെ അവർ കൊണ്ടിട്ട് കയറ്റിട്ട് പോട്ടു. ഇപ്പൊ കൂട്ടെല്ലാം ഇവര് കയറ്റാൻ. എത്ര വർഷമായി ഇവിടെ ആൾതാമസം ഇല്ലാതായിട്ട്? ആൾതാമസം ഇല്ല, തീരെയും ഇല്ലാതെ ആയിട്ട് ഒരു 10-15 വർഷം. 15 വർഷം. അതുവരെ ഇങ്ങനെ പിന്നെ ഈ ഇതിന്റെ വസ്തുവിന്റെ ഇന്നത്തോടെ താരയെന്ന് പറയും. പിന്നെ അവർ ട്രാൻസ്പോർട്ടിൽ ജോലിയുള്ള അവൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10-20 വർഷം. അപ്പോൾ പിന്നെ അവർ മാറി പോയി താമസമായി. അങ്ങേരി ആർക്കും ഒന്നും കിട്ടാനില്ല. കിട്ടാനുണ്ടെങ്കിൽ ആളുകൾ ഇതൊരു ഉത്സാഹമായിട്ട് നിന്നെ. അത് കിട്ടാനൊന്നുമില്ല. പിന്നെ വന്നു പോയി കിടക്കണ പിന്നെ പറഞ്ഞറിയിക്കാം. ഇതിനകത്ത് വന്ന് പോയിട്ടുള്ള തൊഴിലുറപ്പ് കൊടുക്കും. ഇപ്പം അത് കൊടുക്കാനൊക്കില്ല. കരം തീർത്ത രസീത്. ഇനി ഇത് ഗവൺമെൻറ് എടുത്ത് നമുക്ക് പരാതിപ്പെടാനും അല്ല അതൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട്. അങ്ങനെ പരാതിപ്പെട്ടിട്ടുണ്ടോ മുന്നേ? പരാതിപ്പെടാൻ ഒക്കില്ല. കാരണം ഇത് അവരും ഒന്നും ചെയ്യില്ല. അത് കൈവശമായിരുന്നു. പറഞ്ഞതിനും ചെല്ലിയതിനും ഒരു കണക്കും കഴിവില്ല. പക്ഷെ ഒന്നും ഞാൻ വരുന്നവരുടെയൊക്കെ അത് വല്ലതാവോ? ഗവൺമെന്റ് കാര്യമല്ലേ? ഇതാണ് പറയുന്നത്. ആ വീട് ഏത് നിമിഷം വേണമെങ്കിലും നിലം പൊത്താറായി കിടക്കുന്ന ഒരു സംവിധാനത്തിലാണ് അതിരിക്കുന്നത്. അപ്പൊ അതിനടുത്തുള്ള ഒരു 8 സെന്റ് വസ്തു കൂടെ നമ്മളിപ്പം അത് അതിലോട് ചേർത്ത് വാങ്ങിച്ചിട്ടുണ്ട്. എങ്കിൽ മാത്രമേ അവിടെ കണ്ടത്. അത് ഏകദേശം 20 സെന്റ് അങ്ങോട്ടാണെന്നും
അപ്പൊ അത് ഇനി അടുത്തന്നെ അത് അവിടെ ഒരു ബിൽഡിംഗ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്മാരകമായിട്ട് ഒരു കെട്ടിടം നല്ല രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ആ പ്രദേശത്തേക്ക് ഒരു വലിയ മാറ്റമാണ്. അപ്പോ നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്തിന്റെ ഇതിലാണ് നമ്മുടെ ചട്ടമ്പി സ്വാമിയുടെ ജനനവും എല്ലാം ഉള്ളത്. ആണല്ലേ? നിലവിലിപ്പോ അവിടുത്തെ അവകാശികള് അങ്ങനെയൊക്കെ അവര് ഇടപെടുന്നുണ്ടോ? മക്കളായിരുന്നു അവർക്കല്ല, അവരെല്ലാരും ഇതില് നല്ലതായിട്ട് അവർ ആക്റ്റീവ് തന്നെ. എന്ന് വെച്ചാൽ അവര് പറയണത് അങ്ങനെ ഒരു ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണെന്നാണ് പറയുന്നത്. അതെ. ഇപ്പൊ വേറെന്താണ് അതിന്റെ പ്രശ്നം? എന്തെങ്കിലും ഫയൽ നീങ്ങാത്തത് അങ്ങനെ എന്തെങ്കിലും ആണോ? അത് പക്ഷെ നമ്മുടെ ആദ്യമായിട്ട് അതെല്ലാം എടുത്തതിന് ശേഷം എല്ലാം ഇങ്ങനെ നമ്മുടെ പല പ്രാവശ്യം ഇങ്ങനെ കളക്ടറേറ്റിൽ വിളിച്ചിരുന്നു, ഒരു ഭൂമി ഏറ്റെടുക്കുന്നു, ഇവിടെ വില്ലേജ് ഓഫീസിൽ അതിന്റെ കാര്യങ്ങളെല്ലാം വന്നു എന്നെല്ലാം പറയും. പക്ഷെ പിന്നെ അങ്ങോട്ടുള്ള ഒരു നീക്കം എന്താണെന്ന് പിന്നെ നമുക്കൊന്നും അറിയാൻ നിർത്തിയില്ല. ഒന്നും അറിയുന്നില്ല, വില്ലേജിനൊന്നും അറിയാൻ കഴിയുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പൊ ഈ ശതാബ്ദി ദിനത്തിനോടനുബന്ധിച്ച് എന്തെങ്കിലും അവിടെ അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടായിരുന്നോ? ഒരുക്കങ്ങളോ അങ്ങനെ എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും? ഇല്ല ഒന്നുമില്ലായിരുന്നു. ഇല്ലായിരുന്നല്ലേ? ഇല്ല.